സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു വീഡിയോ കണ്ടതാണ്, അതായത് ഒരു അഭിമുഖമാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബിഗ് ബോസ് താരവും പാട്ടുകാരിയുമായ മനീഷ എന്ന് പറയുന്ന നടിയുണ്ടല്ലോ, ആ നടീനെ ഒരുത്തൻ ഇൻ്റർവ്യൂ ചെയ്യുന്നതാണ്. അപ്പോൾ അവൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, താങ്കളുടെ വാതിലിൽ ആരെങ്കിലും വന്ന് മുട്ടിയിരുന്നോ, മുട്ടിയപ്പോഴേ താങ്കൾ തുറന്നു കൊടുത്തിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഡ്രാമയാണ്. അപ്പോൾ മനീഷ ഭയങ്കരമായിട്ട് ചൂടാകുന്നുണ്ട്. അതുപോലെ മൈക്കൊക്കെ ഊരി വലിച്ച് എറിയുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ കുറേ തെറി പറയുന്നുണ്ട്. അപ്പോൾ ഇവൻ ചോദിക്കുന്നുണ്ട്, ഇവൻ അങ്ങോട്ടും തിരിച്ചും ചോദിക്കുന്നുണ്ട്. അതായത് എൻ്റെ വീട്ടിൽ നിന്ന് ആരും സിനിമയിലൊന്നും അഭിനയിക്കുന്നില്ല, അതായത് നിൻ്റെ വീട്ടുകാരോ മുട്ടലുണ്ടോടാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൻ അങ്ങനെ കൃത്യമായിട്ട് മറുപടി പറയുന്നുണ്ട്. ഇതൊക്കെ സ്ക്രിപ്റ്റാണെന്ന് നമ്മൾക്ക് പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ ഈ മനസ്സിലാകാത്ത കുറേ മണ്ടന്മാരുണ്ട്. മനീഷ അത് പറഞ്ഞ നന്നായി, നീ അങ്ങനെ പറയണം, അവന് കുറച്ച് അഹങ്കാരമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ ഇവരുടെ നമ്പറാണ്. അതായത് ഈ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് നമ്പറാണ് ഇതൊക്കെ. പക്ഷേ മനീഷയോട് ഞാൻ ഒരു കാര്യം പറയുന്നത്, കുറച്ച് തരംതാണ പരിപാടിയായി പോയി ഇത്. അതായത് ഇത് സ്ക്രിപ്റ്റാണെന്ന് നമുക്കറിയാം. ഇത് സ്ക്രിപ്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ താങ്കൾ പറയണമായിരുന്നു, ആ ചോദ്യം അവിടെ കട്ട് ചെയ്യണം. ഇത് ലൈവൊന്നും അല്ലല്ലോ, ഇത് ലൈവായിട്ടൊന്നും അല്ലല്ലോ ജനങ്ങൾ കേൾക്കുന്നത്. താങ്കൾക്ക് മാനം മര്യാദയായിട്ട് പറയാം, ഈ ചോദ്യം ചോദിച്ചത് അവിടെ കട്ട് ചെയ്യണം, ഇത് പ്രേക്ഷകർ കേൾക്കാൻ പാടില്ല എന്ന് താങ്കൾക്ക് പറയാമായിരുന്നു. പക്ഷേ ഇത് പ്രേക്ഷകരിലേക്ക് എത്തണമെങ്കിൽ എന്തെങ്കിലും ഒരു വെറൈറ്റി വേണം. അതുകൊണ്ട് എന്ത് ചെയ്യും, കുറച്ച് ആദ്യം തന്നെ ഇങ്ങനെയുള്ള മസാലകൾ ഇട്ടുകൊടുക്കുമെന്നുള്ളതാണ്. എൻ്റെ സ്ത്രീയായിട്ട് സ്ത്രീയുടെ വില കളയല്ലേ. എന്തിനാണ് ഇങ്ങനെ ചീഞ്ഞ് നാറാൻ വേണ്ടി നിൽക്കുന്നത്? താങ്കളൊക്കെ ഒന്നുമില്ലെങ്കിൽ കുറച്ച് പക്വതയുള്ളൊരു നടിയല്ലേ, അതുമാത്രമല്ല നല്ല രീതിയിലുള്ള ഗായികയല്ലേ. എന്നിട്ടൊക്കെ എന്തിനാണ് ഇതുപോലെയുള്ള കൂറ ഇൻ്റർവ്യൂവിന് പോയിട്ട് എന്ന് പറഞ്ഞാൽ വില കളയുന്നത്? ഇതുപോലെ വന്നിരുന്ന് തെറിയും പച്ച തെറി വിളിക്കുന്ന കുറേ ടീമുണ്ട്. അവരെ പോലെയുള്ള നിലവാരമേ താങ്കൾക്കുള്ളോ? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇതൊക്കെ സ്ക്രിപ്റ്റാണ്, അല്ലാതെ ഒരു തേങ്ങാക്കൊലിയല്ല. നിങ്ങളുടെ അഭിനയം കണ്ടാൽ അറിയാം, നിങ്ങളുടെ അവസാനത്തെ ചിരി കണ്ടാൽ അറിയാം. അത് പിന്നെ നിങ്ങൾ പറയുന്നൊരു കാര്യമുണ്ട്, ഈ മനീഷ പറയുന്നൊരു കാര്യമുണ്ട് മറ്റേവനോട്. അതായത് നീ എൻ്റെ കൂട്ടുകാരനല്ലേ, നീ എൻ്റെ ഫ്രണ്ട്സല്ലേ. ഇങ്ങനെയുള്ള വേട്ടാവളിയന്മാരാണോ നിങ്ങളുടെ ഫ്രണ്ട്സ്? യാതൊരുവിധ ലൈസൻസും ഇല്ലാതെ ഒരു സ്ത്രീയോട് ഇങ്ങനെ ചോദിക്കുക. വേറെ ഏതെങ്കിലും ഒരു ആത്മാഭിമാനമുള്ള സ്ത്രീയാണെന്ന് അവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അവൻ്റെ ഒരു 3 പല്ലെങ്കിലും ആ ഫ്ലോറിൽ കിടന്നേനെ അവിടുന്ന്. അതായത് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പിന്നെയല്ലേ, ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെ നോക്കാമെന്ന് പറഞ്ഞിട്ടൊരു 3 പല്ലെങ്കിലും വെളിയിൽ കിടന്നേനെ. താങ്കളുടെ മകൻ്റെ പ്രായമുള്ളൂ ആ ചങ്ങായിക്കെന്ന് എനിക്ക് തോന്നുന്നത്. മകൻ്റെ പ്രായമുള്ള ഒരുത്തൻ ചോദിക്കുന്ന ചോദ്യമാണ്, അതായത് നിങ്ങളുടെ വാതിലിന് മുട്ടാൻ വന്നപ്പോൾ നിങ്ങൾ തുറന്നു കൊടുത്തിനോന്ന്. നിങ്ങൾ എന്താണ് പറയുക ഉത്തരം? നിങ്ങൾ എന്താ ഉത്തരം പറയുക? ഏതെങ്കിലും ഒരുത്തൻ ഇനി മുട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ എന്താ പറയുക? തുറന്നു കൊടുത്തിനിന്ന് പറയാം, അല്ല തുറന്നു കൊടുത്തിട്ടില്ല എന്ന് പറയാം. അത് എനിക്ക് മനസ്സിലാകാത്തോണ്ട് ചോദിക്കുന്നത്, ഇങ്ങനെയൊരു ഇൻ്റർവ്യൂ എന്തിനായിരുന്നു? അതായത് ഈ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ ഹേമ കമ്മിറ്റീൻ്റെ ആ ഒരു പ്രശ്നം വന്നപ്പോൾ എല്ലാ പെണ്ണുങ്ങളെയും കൊണ്ടുപോയിട്ട് ചില ചാനലുകൾ ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട്. ഈ എല്ലാ ചാനലും ഇവർ ചോദിക്കുന്നത് എന്താ വെച്ചാൽ, കിടന്നു കൊടുത്തിട്ടുണ്ടോ ഇതാണ് ചോദിക്കുന്നത്. എന്നിട്ട് അതെന്ത് ചെയ്യും, അങ്ങ് വൈറലാക്കും. ഇതെല്ലാവരും അറിഞ്ഞുകൊണ്ടുള്ള പരിപാടിയാണ്. നമ്മളെ ഈ പ്രേക്ഷകർ വിചാരിക്കുന്ന എന്താ, ഇവരെ ഭയങ്കര അടിയാന്ന് അവിടെ നടന്നിരിക്കുന്നത്. മനീഷ കണ്ട ആ മൈക്കൊക്കെ വലിച്ചു ചാടിയിട്ട്. ഇതിന് മുന്നേ വേറൊരു ബിഗ് ബോസ് താരം വന്നിട്ട് പച്ചത്തെറി, അതായത് നമുക്ക് കണ്ടിരിക്കാൻ കഴിയാത്തത്ര തെറി പറഞ്ഞിട്ട് അവർ മൈക്കൊക്കെ ഊരി ചാടിയങ്ങ് പോയിട്ട് പിന്നെ നമുക്ക് മനസ്സിലായി ഇതൊരു ഡ്രാമയാണ്. ഇത് ഇവരുമാരുടെ സ്ഥിരം പരിപാടിയാണിത്. ഈ പരിപാടിക്കാണ് നമ്മൾ ഊളപ്പരിപാടികൾ എന്ന് പറയുന്നത്. യാതൊരുവിധ നിലവാരവും ഇല്ലാത്ത ഒരു പരിപാടി. ആ ഒരു പരിപാടിക്ക് മനീഷയെ പോലെയുള്ള ഒരാൾ പോയിട്ട് ഇരുന്ന് കൊടുക്കുമ്പോൾ വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം. പിന്നെ താങ്കൾ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, എന്താ സാഗറിനെ പറ്റിയിട്ടും എന്നെ പറ്റിയിട്ടും പലതും പറഞ്ഞു എന്ന്. എന്തിനിങ്ങനെ കളവ് പറയുന്നത്? എന്തിനിങ്ങനെ കളവ് പറയുന്നത്? ഇനി ഏതെങ്കിലും ഒരുത്തൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് തലക്ക് സുഖമില്ലാത്തവനായിരിക്കും. മനസ്സിലാക്കണം നിങ്ങൾ. അതായത് നിങ്ങളുടെ മകനെ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. മകൻ്റെ പ്രായമേ ഉള്ളൂ. ഇവനും അതെ, ആ സാഗറിനും അതെ. പിന്നെ നിങ്ങൾ അമ്മ എന്നാണ് വിളിക്കുന്നത്. പിന്നെ ഏതെങ്കിലും ഒരുത്തൻ അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവന് തലക്ക് വെളിവുണ്ടാവില്ല. അത് ഇവനെ പോലെയുള്ള ആൾക്കാരായിരിക്കും. ഇവനെ പോലുള്ള നികഷ്ടജീവികൾ ചിലപ്പോൾ പേര് മാറ്റിയിട്ട് കമൻ്റ് ചെയ്തെന്നായിരിക്കും. അതായത് നിങ്ങൾക്ക് ഇങ്ങനെയെല്ലാം പറഞ്ഞ് നടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തിനിങ്ങനെ വെറുതെ ഇല്ലാ കഥകൾ പറയുന്നത് എൻ്റെ മനീഷ? അതായത് ആ ബിഗ് ബോസിൽ വന്നിട്ട് ആ പേര് നശിപ്പിക്കണ. ഇന്നലെ ഇൻ്റർവ്യൂവിന് വന്നോട് കൂടിയിട്ട് നിങ്ങളുടെ നിലവാരം പോയി എന്നേ ഞാൻ പറയുള്ളൂ. മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശം.
അതായത് ഞാൻ ഇത്ര വർഷത്തെ എൻ്റെ ജീവിതത്തിൻ്റെ ഇടയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ കാണുന്നത്. ഇത്രയും കൂറകൾ ഇൻ്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് തനി കൂതറകളായിട്ട് നടക്കുന്ന കുറേ ടീമുകളുണ്ട്. വായിൽ വരുന്ന തെറിയും പറഞ്ഞ് പച്ച തെറി പറയുന്ന കുറേ കൂതറകളുണ്ട്. അവരുടെയൊക്കെ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ അവരൊക്കെ പൈസ മേടിച്ചിട്ട് നല്ലോണം നക്കിയതിന് ശേഷമാണ് അവർ ഇൻ്റർവ്യൂ കൊടുക്കുന്നത്. അപ്പോൾ അവർ നല്ല ചീത്ത പറയും. കാരണം എന്താ വെച്ചാൽ ഇത് കുറച്ച് ആൾക്കാർ കാണേണ്ടതല്ലേ. അപ്പോൾ മനീഷ് അതുപോലെയുള്ള ഒരു ഇത് ചെയ്തതാണ്, ഒരു സ്ക്രിപ്റ്റ് ചെയ്തതാണ്. ഇനി സ്ക്രിപ്റ്റ് അല്ല എന്ന് മനീഷ പറയുകയാണെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ, അതായത് നിങ്ങൾക്ക് ആ ഒരു പോർഷൻ കട്ട് ചെയ്യാൻ പറഞ്ഞൂടെ? അവിടെ ലൈവൊന്നല്ലല്ലോ പോകുന്നത്. പിന്നെ ഇത് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അന്താരാഷ്ട്ര കമ്പനിയൊന്നല്ലല്ലോ ഇൻ്റർവ്യൂ നടത്തുന്നത്. അന്താരാഷ്ട്ര കമ്പനിയാണെങ്കിൽ ശരിയാണെങ്കിൽ നമുക്ക് സൈനുണ്ട്, നമുക്ക് അതിനനുസരിച്ചുള്ള കാര്യങ്ങളുണ്ട്, എഗ്രിമെൻ്റ് ഉണ്ട് എന്നൊക്കെ പറയാം. ഇതെന്ന് പറയുന്നത് ഏതോ ഒരു വേട്ടാവളിയം വന്നിട്ട് ചോദിക്കുന്ന ചോദ്യമോ അതിന് തന്നെ നിങ്ങൾ മറുപടി പറഞ്ഞത് നിങ്ങളുടെ തെറ്റ്, അത് എന്നിട്ട് ഏറെ വിട്ടത് അതിലും വലിയ തെറ്റെന്നേ ഞാൻ പറയുള്ളൂ. അപ്പോൾ തന്നെ പറയണം കട്ടിയടാ, മാ കൂട്ടിയിട്ട് പറയണം കട്ടിയടാ, അത് പറയണം അവിടുന്ന്, അതാ വേണ്ടത്. ഇല്ലെങ്കിൽ ആ കിട്ടിയ സാധനം എടുത്തിട്ട് ഒരു ഏറ് വെച്ച് കൊടുക്കണം. ഇമാതിരി തോന്നിയവാസം ചോദിച്ചു കഴിഞ്ഞാൽ അതായത് ശരിക്കും താങ്കളുടെ മക്കൾ എങ്ങനെ ഇത് സഹിക്കുന്നത് അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇമാതിരി ചോദ്യം ചോദിച്ചവനാ ഇവനാ ഈ നിങ്ങളുടെ മക്കളെ അവർ കണ്ടിട്ടുണ്ടെങ്കിൽ ഇവൻ്റെ അടുക്ക പോയിട്ട് 2 എണ്ണം പൊട്ടിച്ചു കൊടുക്കുന്നത് ഞാൻ പറയുള്ളൂ. അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവന്മാർ മക്കളാണ്. അല്ലെങ്കിൽ നിങ്ങളൊക്കെ നിങ്ങളുടെ അഭിമാനം എവിടെ? അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരു സ്ത്രീയുടെ മുഖത്ത് നോക്കിയിട്ട്, നിങ്ങളൊരു സ്ത്രീ മാത്രമല്ല, നിങ്ങളൊരമ്മയാണ്. ഒരമ്മയുടെ മുഖത്ത് നോക്കിയിട്ടാണ് ഒരു കീടം ഇങ്ങനെ ചോദിച്ചിരിക്കുന്നത്. വിവരവും ബുദ്ധിയില്ലാതെ ഒരു വേട്ടാവളിയും ചോദിച്ചിരിക്കുന്നത്. അതിന് നിങ്ങൾ ഇരുന്ന് കൊടുത്തത് നിങ്ങളുടെ തെറ്റെന്നേ ഞാൻ പറയുള്ളൂ. നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്തൊരു തെറ്റാണ് ചെയ്തിരിക്കുന്നത്. ഇത്രയും വലിയ ഇവൻ്റെയൊക്കെ പ്രായമുള്ളതോ ഇല്ലെങ്കിൽ അങ്ങനെ ഒരു നടക്കുന്ന ഒരു സിനിമാ നടികളോ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഓക്കെ, വലിയ ഗ്ലാമർ താരമായി നടക്കുന്ന സിനിമാ താരങ്ങളാണ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഓക്കെ. ഇത് നിങ്ങൾ ആകെന്ന് പറഞ്ഞ ബിഗ് ബോസിലും കുറച്ച് സിനിമയിലും സീരിയലിലും അതിലൊന്നും എന്ന് പറഞ്ഞെങ്കിൽ അത്ര വൾഗറായിട്ടോ അത്ര മോശമായിട്ടോ അല്ല പോയിരിക്കുന്നത്. എന്നിട്ടും നിങ്ങളോടിങ്ങനെ ചോദിച്ചതും നിങ്ങൾ ഈ ഉത്തരം പറഞ്ഞതും നിങ്ങളുടെ നിലവാരം നമുക്ക് മനസ്സിലായി എന്നുള്ളതാണ്. ഇത് സ്ക്രിപ്റ്റാണ്, സ്ക്രിപ്റ്റ് 100% ഇത് സ്ക്രിപ്റ്റാണ്. ഇതിപ്പോഴുള്ള എല്ലാ വേട്ടാവളിയന്മാരും ഇങ്ങനെയാണ് ഇൻ്റർവ്യൂ എടുക്കുന്നത്. അതായത് ഇവർക്ക് ഇൻ്റർവ്യൂ ഓടണമെങ്കിൽ ഇങ്ങനെ വല്ലതും ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് ഇവന്മാർ ഇങ്ങനെ തറ പരിപാടികൾ കൊണ്ടുവരുന്നത്. അതിന് നിന്ന് കൊടുത്ത മനീഷയോട് എന്ത് പറയാനാണ്? അത്ര വളരെ മോശമാണെന്നേ ഞാൻ പറയുള്ളൂ. മനീഷ ചെയ്തിരിക്കുന്നത് എല്ലാ സ്ത്രീകളെയും എല്ലാ സ്ത്രീകളെയും പറയിക്കുകയാണ് ചെയ്തത്. ഇമ്മാതിരി തോന്നിയവാസം കാണിച്ചവനെ അവിടെ ഇരുന്ന് നേരിടാതെ അവിടെ നിന്ന് വെളിയിൽ അവിടെ ഇരുന്ന് നേരിടണം, അതാ വേണ്ടത്. എന്നിട്ട് അവനോട് പറയുകയാണ് നമ്മൾ തമ്മിൽ ഫ്രണ്ട്സ് അല്ലേ എന്ന്. ഇങ്ങനെയുള്ളവനാണോ നിങ്ങളുടെ ഫ്രണ്ട്സ്? എനിക്ക് മനസ്സിലാകുന്നില്ല. ഇങ്ങനെയുള്ളവനോ നമ്മളെ ഫ്രണ്ട്സ് അല്ല. നമ്മൾ ആരോടെങ്കിലും ഇത് ഇമാതിരി ചോദ്യവും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓൻ്റെ ഒരു 3 ഇത് തിന്നുന്ന അത് വെളിയിലുണ്ടാവുന്നത്. അല്ല, അമ്മാതിരി കൂറ ചോദ്യമില്ലേ അവൻ ചോദിച്ചത്. അവൻ ചോദിക്കുന്നത് നിങ്ങൾക്കറിയാം, കാരണം കൃത്യമായിട്ട് അവൻ അറിയാം ചോദിക്കുന്നു. കാരണം അങ്ങനെ ചോദിച്ചത് വേറെ ആരോടെങ്കിലും ആണെങ്കിൽ ചിലപ്പോൾ അവർ റിയാക്ട് ചെയ്യുന്നില്ലേ, എന്ത് പരുവത്തിലാന്ന് പറയാൻ പറ്റൂല. ഇത് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ചോദിച്ചു തന്നെയാണ്. അതുകൊണ്ട് പ്രേക്ഷകരെ പറ്റിക്കാൻ നിൽക്കണ്ട. സ്വന്തം വില കളഞ്ഞിട്ട് എന്തിനാണ് ഇങ്ങനെ റീച്ച് ഉണ്ടാക്കുന്നത്, അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോ. ഇതിലും വലുതാ വരാൻ പോകുന്നത്. നന്ദി, നമസ്കാരം.